ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് സാധനമൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് നിൽക്കാമെന്ന്. ഇപ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അസിനെ കാണാത്തപ്പോൾ മക്കൾ പിന്നെ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിട്ടോ. അങ്ങനെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നിന്ന് ഒരു 5 മണിയൊക്കെ ആയ സമയത്ത് അങ്ങോട്ട് പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ വൈറലായിട്ടുള്ള ആമ്പൽപ്പാടുണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സാധനമൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇനി അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങാമെന്ന് കേട്ടോ. അപ്പോൾ കോഴിക്കോട് കാപ്പാട് ആണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ കൂടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഓരിപ്പോൾ മെഡിക്കൽ കോളേജ് എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടിച്ച് മിന്നി പോകാമെന്ന് കേട്ടോ. ഇപ്പോൾ ഇത് 6:30 ആയപ്പോഴേക്കും നമ്മൾ കോഴിക്കോട് കാപ്പാട് വാസ്കോഡ് ഗാമ ബീച്ച് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീച്ചിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു റിസോർട്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ രാത്രി ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ക്രിസ്മസ് ട്രീയും ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാമെന്നേ. ഇതാ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 ഫാമിലിക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ള ഒരു ഏരിയ ആണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഈ വരുന്ന ഈ ഒരു ഹാളിനെ 3 ആക്കി തിരിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്ലാനാണ് ഇട്ടത്. ഒരു അടിപൊളി പ്ലാൻ എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സൈഡിനായിട്ടാണ് നമുക്ക് ചെറിയൊരു കിച്ചണല്ല, ഒരു എന്താ പറയുക, ഒരു കെറ്റലും ഗ്ലാസും പിന്നെ ചായ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിനായിട്ട് ബാത്റൂമാണ്. ബാത്റൂം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം. അതുപോലെ തന്നെ നമുക്ക് സോപ്പും പേസ്റ്റും പിന്നെ എന്താ പറയുക ബ്രഷ് ചീർപ്പ് വരെ ഒരു തരുന്നതാണ് കേട്ടോ. പിന്നെ റിജു വന്നിട്ട് തന്നെ ചായ ഉണ്ടാക്കാന്ന്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നേ, അതുകൊണ്ട് അവനൊരു ചായ ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ. പിന്നെ 2 സ്റ്റെപ്പ് കയറിയാൽ ഈ ഒരു ഏരിയ കേട്ടോ. ഇവിടെ ഒരു സോഫ സെറ്റും ടാബിളും ഒക്കെ ആയിട്ടുണ്ട്, അവിടെയും കിടക്കട്ടോ. പിന്നെ അവിടുന്ന് ഒരു 4 സ്റ്റെപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അതിൻ്റെ സൈഡിലും ഇങ്ങനെ സോഫയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്കൊക്കെ കിടക്കാനും ഇതിനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്ന് കയറി വരുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിനായിട്ട് ഈ ഒരു ഡോറുണ്ടല്ലോ, ഇതുപോലൊരു ഡോറ് മറ്റു ടീമിനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ടീമിനെ സെപ്പറേറ്റ് ആക്കുന്ന ഡോറ്. അപ്പോൾ കണ്ടോ, അതേപോലെ ആ ഭാഗത്തുള്ളതുപോലെ തന്നെ ഈ ഒരു സൈഡിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ കണ്ടു വന്നപ്പോഴേക്കും റിജു അടിപൊളി കോഫി ഉണ്ടാക്കി തന്നു കേട്ടോ. അതും കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ പൂളിലേക്ക് പോയിട്ടോ. മെയിനായിട്ട് ഇതാണല്ലോ ഉദ്ദേശം. അങ്ങനെ മക്കളൊക്കെ ഇറങ്ങി കുറേ ടൈം ഇവിടെ ആയിരുന്നു കേട്ടോ. നല്ല മ്യൂസിക്കൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ പൂളിൽ കളിക്കട്ടോ. കാരണം അതിൻ്റെ തൊട്ട് മേലെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് കയറിയപ്പോൾ. പിന്നെ അത് കുളിച്ച് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്കൊന്ന് ഇറങ്ങിട്ടോ. എന്നിട്ട് അവിടുന്ന് കല്ലുമ്മക്കായ അങ്ങനത്തെ ഓരോന്നൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത്. അപ്പോൾ അവർ റൂമിൽ ഫുഡൊക്കെ എത്തിച്ചു തന്നിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് കുറച്ചൊരു സിനിമ ഒക്കെ കണ്ട് നിന്നതിൻ്റെ ശേഷം നമ്മൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ, ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.